ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്രഷ് ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല രണ്ട് പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചക്കയുള്ള സമയത്ത് ചക്കക്കുരു ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ട് കെട്ടി ഒരു കലത്തിലിട്ട് അടച്ചു വെച്ചതാണ്. അതിപ്പം നമുക്ക് നോക്കാം. അത് തുറന്ന് അതിൻ്റെ കവറിൽ കെട്ടെല്ലാം അഴിച്ച് നോക്കി, ഇതാ ഒരു ചക്കക്കുരു പോലും കേടാകാതെ അതേപോലെയുണ്ട്. പുതിയ ചക്കക്കുരു പോലെ തന്നെയാണ് ഉള്ളത്. കണ്ടില്ലേ? ഇതാ നല്ല പച്ച ചക്കക്കുരു ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്നെടുക്കാം. ചക്കക്കുരു മുഴുവൻ തൊലി കളഞ്ഞെടുത്തിന് ഒരു 10-30 ചക്കക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. പണ്ട് കാലങ്ങളിൽ നല്ല പൊരിച്ചെരിയുന്ന മഴയത്തെല്ലാം ഉണ്ടാക്കിയ ഒരു പലഹാരമാണിത്. അത് കുക്കറിലേക്ക് ഇട്ട് വേവാൻ ആവശ്യത്തിന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞാൽ ചക്കക്കുരു ഇതുപോലെ വെന്തിട്ടുണ്ടാവും. പാകത്തിന് നല്ലപോലെ വെന്ത് കിട്ടും. 3 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് എടുത്താൽ മതി. ഇനി അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊന്ന് പൊട്ടി വരുമ്പം കുറച്ച് കറിവേപ്പിലയും ഒരു സവാളയുടെ ചെറിയ കഷ്ണം ഇതുപോലെ ചെറുതായി മുറിച്ചതും ചേർത്ത് സവാളയും ഒന്ന് മൂത്ത് വരണം. സവാള മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചതച്ച വറ്റൽമുളകും ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിപ്പയിലിട്ട് വെച്ച് ചക്കക്കുരു ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്തിന് പകരം ചെറിയ തേങ്ങയും ചേർക്കുക. തേങ്ങാക്കൊത്താണ് നല്ല രുചി. തേങ്ങാക്കൊത്തും ഒരു ചക്കക്കുരും എല്ലാം കൂടി എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പണ്ട് കാലങ്ങളിൽ നല്ല പൊരിയുന്ന മഴയത്തൊക്കെ വൈകുന്നേരങ്ങളിൽ കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ ഉണ്ടാക്കി ഇതുപോലെ പലഹാരം ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒത്തിരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഓർമ്മ ഇപ്പോഴും എല്ലാവർക്കും കഴിച്ചവർക്കെല്ലാം ഉണ്ടാവും ഇത് കാണുമ്പം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ല രുചിയുള്ള ചക്കക്കുരു കൊണ്ടുള്ള പലഹാരം റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 2 പിടി അവലെടുത്തിട്ടുണ്ട്. കട്ടിയുള്ള അവലല്ല, കുറച്ച് നേർത്തതായിട്ടുള്ള അവല എടുത്തിട്ടുള്ളത്. ചുവന്ന അവൽ തന്നെ, കുറച്ച് നേർത്തത്. അത് ഏത് അവൽ വേണമെങ്കിലും നമുക്ക് നേർത്ത അവലെടുക്കാം. ഇനി ഒരു പച്ച തേങ്ങ എടുത്തിട്ടുണ്ട്. അധികം വിളയാത്ത പച്ച തേങ്ങ. അത് ചിരകിയെടുത്ത് വിളയാത്ത പച്ച തേങ്ങ തന്നെ എടുക്കണം. ഇതിലേക്ക് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവാള പകുതി, കുറച്ച് കറിവേപ്പിലയും കൂടെ ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് നല്ല ജീരകവും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. തേങ്ങ കൂടുതൽ ചേർക്കുന്നത് ഇത് കുഴച്ചെടുക്കുമ്പം ഈ തേങ്ങാപ്പാലെല്ലാം അവലിലേക്ക് ഇറങ്ങി നല്ല രുചി കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ജീരകത്തിന് പകരം പെരിഞ്ജീരകമോ ഏലക്കായ പൊടിച്ചതോ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഏതാ ഇഷ്ടം എന്നുള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് 1 പിടി അവലെടുത്തിട്ടുണ്ട്. അതേ അവൽ തന്നെ 1 പിടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും 1 ടീസ്പൂൺ എള്ളും മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലില്ലാത്ത ശർക്കരപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഏലക്കപ്പൊടിയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു മണ്ണൻപഴമാണ് എടുത്തിട്ടുള്ളത്. മണ്ണൻപഴം ഇതുപോലെ മുറിച്ച് ഏത് പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മണ്ണൻപഴമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അതും കൂടെ കുഴച്ചെടുത്ത് ഇപ്പോൾ ഇതാ ആദ്യം കുഴച്ച് വെച്ചത് മൂടി തുറക്കുമ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചി എല്ലാം കൂടെ തേങ്ങാപ്പാലും എല്ലാം കൂടെ അവലിൽ പിടിച്ചിട്ട് ആ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല്. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അവൽ. ഇനി ഇതൊരു ഇലയിലേക്ക് വാഴ ഇലയിലേക്ക് വിളമ്പാം. വാഴ ഇലയിൽ ഇതുപോലെ വിളമ്പി കുറച്ച് സമയം പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഇലേൻ്റെ ആ ഒരു മണവും കൂടെ ഈ അവലിൽ കുഴച്ചതിലേക്ക് വരും. നല്ല രുചിയായിരിക്കും. ഇനി ശർക്കര ചേർത്ത് കുഴച്ച അവലും എടുത്ത് ഒരു ഇലയിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഴം മുറിച്ചതും ചേർത്ത്
വറുത്ത നിലക്കടല തൊലിയെല്ലാം കളഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായ അവൽ കൊണ്ടുള്ള പലഹാരം റെഡിയായി. തീ കത്തിക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള പലഹാരം. ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ 4 മണി പലഹാരമായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.